ഹായ് മച്ചാമാരെ, ഇന്നത്തെ ഒരു വീഡിയോ പതിവ് പോലെ വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ പോയതിന്റേതാണ്. രാത്രി 11:45 കൂട്ടുകാരനെ വിളിച്ച് വേറൊരു കൂട്ടുകാരനെ എടുത്ത് തൃപ്പം വെച്ച് കളി കാണുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയെങ്കിലും നല്ല മഴയെ തങ്ങ് വിട്ടു. മഴയാണെങ്കിലും ഒരുപാട് ആൾക്കാരാണ് കളി കാണാൻ വന്നിട്ടുള്ളത്. ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടില് വലിയ സ്ക്രീൻ വെച്ചിട്ടാണ് ലൈവ് കാണുന്നത്. 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. യൂറോപ്യൻ വൻമരങ്ങളെ പിടിച്ചു നിർത്താൻ അധിക സമയം അർജന്റീനയ്ക്ക് കഴിയില്ല. അതുകൊണ്ടായിരിക്കാം ഒരു അർജന്റീന ആരാധകൻ നേരത്തെ തന്നെ തല കറങ്ങി വീണത്. ഇടയ്ക്ക് പ്രൊജക്ടറിനും പണി കിട്ടി, സൗണ്ട് മാത്രം കേൾക്കുന്നു. സ്റ്റിൽ കളിക്കാര് അങ്ങനെ തന്നെ നിൽക്കുന്നു. എല്ലാവരും. പിന്നീട് സ്പെയിനും അർജന്റീനയും ഹാഫ് ടൈമിൽ കുടുങ്ങി. ഇപ്പോഴും സ്കോർ നില 0-0. ഹാഫ് ടൈമിൽ പരസ്യങ്ങൾ നിറയാതെ അതേപോലെ വേൾഡ് കപ്പിന്റെ ഷക്കീറയുടെ പെർഫോമൻസ് കണ്ടിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൽ ചരിത്രത്തിൽ ആദ്യമായി സൂപ്പർ ബോൾ ശൈലിയിലുള്ള ഹാഫ് ടൈം ഷോ. 60 മിനിറ്റുകൾക്ക് ശേഷവും അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും അറ്റാക്കിംഗ് ഞാൻ കണ്ടില്ല. ബോൾ കൊടുത്താലല്ലേ അത് ചെയ്യാൻ കഴിയും. 90-ാം മിനിറ്റിൽ യാമിലിന് കിട്ടിയ ഫ്രീ കിക്ക് മാർട്ടിനസ് തട്ടിയ 95-ാം മിനിറ്റിൽ വില്യംസിൽ നിന്ന് ഗോൾ വന്നെങ്കിലും അത് നിഷേധിക്കപ്പെട്ടു. അതെന്താണെന്ന് അറിയുന്നവര് കമന്റ് ചെയ്യൂ. എന്നാൽ എക്സ്ട്രാ ടൈമിൽ ടോറസ് ഒരു ഗോൾ നേടി സ്പെയിനിനെ മുന്നിലെത്തിച്ചു. ഇത് സ്പെയിനിനെ അറിയിച്ച വിജയം തന്നെയാണ്. അവര് മാത്രമാണ് ഈ മാച്ച് കളിച്ചത്. അർജന്റീനയ്ക്ക് ബോൾ തൊടാൻ പോലും കൊടുത്തില്ല എന്നും തന്നെ പറയാം. കളി കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോയി. ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങി. നല്ല മുരിഞ്ഞ വടയും ബൂസ്റ്റ് ചായയും. സമയം 4 മണി ആയതുകൊണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് സുപ്രഭാതം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരപ്പൂപ്പന് നല്ല ചൂട് ചായയും നല്ല മുരിഞ്ഞ വടയും മേടിച്ചു കൊടുത്തു. ഒപ്പം നല്ല മഴയും. നല്ലൊരു മഴയിലും പെട്ടുപോയി. വീട്ടിലെത്തിയപ്പോ സമയം 5 മണിക്ക് എടുക്കുന്നു. അപ്പൊ പിന്നെ ബൈ.